പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കുറിച്ച് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി സംസാരിക്കുന്ന ഒരു വീഡിയോ ആണ് സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വൈറലായിരിക്കുന്നത്. ഇതിൽ മോദി പ്രധാനമന്ത്രി സ്ഥാനത്ത് മൂന്നാം തവണയും തുടരുമെന്ന് രാഹുൽ പറഞ്ഞതായുള്ള കുറിപ്പുകളോടെയാണ് വീഡിയോ ഷെയർ ചെയ്യപ്പെടുന്നത്. സത്യത്തിൽ വീഡിയോയിൽ രാഹുൽ ഗാന്ധി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? അതായത് രാഹുൽ ഗാന്ധിയുടേതായി പ്രചരിക്കുന്ന വീഡിയോയിൽ പലതവണ എഡിറ്റിംഗ് നടന്നിട്ടുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. ജൂൺ 4-ന് നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി തുടരില്ല എന്നാണ് സത്യത്തിൽ രാഹുൽ ഗാന്ധി പ്രസംഗത്തിൽ പറഞ്ഞത്. എന്നാൽ ഇതിലെ നോ എന്ന വാക്ക് എഡിറ്റ് ചെയ്ത് നീക്കുകയായിരുന്നു. സത്യത്തിൽ രാഹുൽ ഗാന്ധി പറഞ്ഞത് എന്തായിരുന്നു എന്ന് നോക്കാം. ഇന്ത്യൻ മാധ്യമങ്ങൾ പറയാത്ത ഒരു കാര്യം ഞാൻ പറയാം. 2024 ജൂൺ 4-ന് നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരിക്കില്ല. ഇത് എഴുതി വച്ചോളൂ. മോദി തുടർന്ന് പ്രധാനമന്ത്രിയായിരിക്കില്ല. UP-യിൽ ഞങ്ങളുടെ സഖ്യം 50-ൽ കുറയാത്ത സീറ്റുകൾ നേടും. ഇതായിരുന്നു രാഹുൽ ഗാന്ധി പറഞ്ഞത്. എന്നാൽ എഡിറ്റ് ചെയ്ത് പ്രചരിപ്പിച്ച വീഡിയോയിൽ പറയുന്നത് ഇങ്ങനെയാണ്: നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി തുടരും. 2024 ജൂൺ 4-ന് മോദിയായിരിക്കും ഇന്ത്യൻ പ്രധാനമന്ത്രി. തെരഞ്ഞെടുപ്പിൽ എല്ലാ ശ്രമങ്ങളും ഞങ്ങൾ നടത്തി. ഇന്ത്യ മുന്നണി ഉത്തർപ്രദേശിൽ ഒരു സീറ്റ് പോലും നേടാൻ പോകുന്നില്ല എന്നിങ്ങനെ രാഹുലിന്റെ പ്രസംഗം നീളുന്നതായാണ് വൈറൽ വീഡിയോയിലുള്ളത്. രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിന്റെ സമ്പൂർണ്ണ വീഡിയോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ വെരിഫൈഡ് യൂട്യൂബ് അക്കൗണ്ടിൽ കാണാം. രാഹുൽ ഗാന്ധി ഉത്തർപ്രദേശിലെ കാൺപൂരിൽ സംസാരിക്കുന്നു എന്ന തലക്കെട്ടിലാണ് വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. വൈറൽ വീഡിയോയിലും ഈ വീഡിയോയിലും ഒരേ പശ്ചാത്തലമാണുള്ളത്. നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി തുടരുമെന്ന് രാഹുൽ ഗാന്ധി പ്രസംഗിച്ചിട്ടില്ല. മോദി പ്രധാനമന്ത്രി സ്ഥാനത്ത് തുടരാൻ പോകുന്നില്ല എന്നാണ് രാഹുൽ പ്രസംഗിച്ചത് എന്നും വ്യക്തമാണ്. അതേസമയം BJP ഏറെ പ്രതീക്ഷാപൂർവം കണക്കാക്കുന്ന ഉത്തർപ്രദേശിൽ ഇന്ത്യ സഖ്യത്തിന്റെ കൊടുങ്കാറ്റാണ് വീശുന്നതെന്നും BJPയുടെ ഏറ്റവും വലിയ തോൽവി UP-യിലായിരിക്കുമെന്നും രാഹുൽ പ്രസംഗത്തിൽ പറഞ്ഞിരുന്നു. രാജ്യത്തെ മാറ്റം ഉത്തർപ്രദേശിലൂടെയായിരിക്കും. മോദി അദാനിയെയും അംബാനിയെയും വിളിച്ച് രക്ഷിക്കണമെന്ന് പറയുകയാണ്. ഇന്ത്യ സഖ്യം തോൽപ്പിക്കുമെന്ന ഭയമാണ് മോദിക്ക്. അടുത്ത 10-15 ദിവസം ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാനുള്ള ശ്രമമാണ് BJP നടത്തുകയെന്നും രാഹുൽ ഗാന്ധി തുറന്നടിച്ചിരുന്നു. ഉത്തർപ്രദേശിലെ കനൌജിൽ നടന്ന റാലിയിലാണ് രാഹുൽ മോദിക്കെതിരെ വിമർശനം ഉന്നയിച്ച് പ്രസംഗിച്ചത്. സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവും റാലിയിൽ പങ്കെടുത്തിരുന്നു. ഉത്തർപ്രദേശിൽ ഇന്ത്യ സഖ്യത്തിനൊപ്പമാണ് സമാജ്വാദി പാർട്ടി. അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 5ാം ഘട്ട വോട്ടെടുപ്പ് മെയ് 20-ന് തിങ്കളാഴ്ച നടക്കും. 6 സംസ്ഥാനങ്ങളിലും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായുള്ള 49 സീറ്റുകളിലേക്കാണ് അന്നേ ദിനം വോട്ടെടുപ്പ് നടക്കുന്നത്. ആകെ 7 ഘട്ടങ്ങളാണ് ഇത്തവണത്തെ ഇന്ത്യൻ പൊതു തെരഞ്ഞെടുപ്പിലുള്ളത്. 4 ഘട്ടങ്ങളിലെ പോളിംഗ് ഇതിനകം പൂർത്തിയായി. 6 സംസ്ഥാനങ്ങളിലും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി 49 മണ്ഡലങ്ങളാണ് തിങ്കളാഴ്ച പോളിംഗ് ബൂത്തിലെത്തുക. 695 സ്ഥാനാർത്ഥികളാണ് 5ാം ഘട്ടത്തിൽ ആകെയുള്ളത്. ബീഹാർ, ജമ്മു ആൻഡ് കാശ്മീർ, ജാർഖണ്ഡ്, ലഡാക്ക്, മഹാരാഷ്ട്ര, ഒഡീഷ, ഉത്തർപ്രദേശ്, പശ്ചിമ ബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിലെ മണ്ഡലങ്ങൾ പോളിംഗ് ബൂത്തിലെത്തും. ഉത്തർപ്രദേശിലെ അമേഠിയും റായ്ബറേലിയുമാണ് 5ാം ഘട്ട വോട്ടെടുപ്പിലെ ശ്രദ്ധേയമായ മണ്ഡലങ്ങൾ.